5.5 വർഷത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ചരിത്രപ്രസിദ്ധമായ ദേവാലയം നോട്ടർഡാം കത്തീഡ്രൽ ഡിസംബർ 7-ന് തുറക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ നവീകരിച്ച കത്തീഡ്രൽ സന്ദർശിച്ച് വെഞ്ചരിപ്പ് ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളിലും ഉദ്ഘാടന ചടങ്ങിലും സംസാരിക്കും. ലോകത്തിന്റെ മുമ്പിൽ പാരീസിന്റെ പ്രതീകമെന്ന നിലയിലാണ് നോട്ടർഡാം കത്തീഡ്രൽ അറിയപ്പെടുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ഗോത്തിക് വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിച്ച നോട്ടർഡാം കത്തീഡ്രൽ തനിമ നിലനിർത്തിയാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ചരിത്രത്തിലെ ഇരുണ്ട ദിനങ്ങളിലൊന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2019 ഏപ്രിൽ 15-നാണ് ദേവാലയം അഗ്നിക്കിരയായത്. കത്തിയ കത്തീഡ്രലിൻ്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ കത്തീഡ്രൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാരീസിൽ എത്തിച്ചേരും. പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ച് കത്തീഡ്രൽ വാതിലുകളിൽ പ്രതീകാത്മകമായി മുട്ടുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. ദേവാലയത്തിലെ ആദ്യ വിശുദ്ധ കുർബാന അർപ്പണം ഡിസംബർ 8-ാം തീയതി പ്രാദേശിക സമയം രാവിലെ 10:30-നാണ് നടക്കുന്നത്. തുടർന്നുള്ള 8 ദിവസങ്ങളിൽ വിവിധ സമയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ നടക്കും. ഡിസംബർ 8-ന് വൈകുന്നേരം 5:30 മുതൽ 8 വരെയാണ് പൊതു സന്ദർശനങ്ങൾക്ക് അനുമതിയുണ്ടാകുക. അടുത്ത വർഷം ഫെബ്രുവരി മുതൽ മാത്രമേ ഗ്രൂപ്പ് സന്ദർശനങ്ങൾക്ക് പ്രവേശനം നൽകുകയെന്നും ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു.